ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനിന്റെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന്റെ ഇടയ്ക്ക് സിയാൽകോട്ട് ഭാഗത്ത് നമ്മൾ ഏറ്റവും ആദ്യം തന്നെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ് സിയാൽകോട്ടിന്റെ ഭാഗത്ത് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഡോമിനേഷൻ കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. ആ ഡോമിനേഷൻ അങ്ങനെ തന്നെയാണ് നിലനിൽക്കുന്നത്. അപ്പൊ അങ്ങനെ കുറെ രസകരമായ വാർത്തകൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് അഫ്ഗാനിസ്ഥാൻ ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനെതിരെ തിരിയാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഈ ഡൊറാൻഡ് ലൈൻ എന്ന് പറഞ്ഞ ആ ഒരു ലൈനുമായിട്ട് ബന്ധപ്പെട്ട് അഫ്ഗാനിസ്ഥാൻ ഏറ്റവും കൂടുതൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് കൂടുതൽ സ്ഥലങ്ങൾ വേണമെന്നുള്ളത് അതിശക്തമായ നിലയിൽ ഡിമാൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇടയിൽ ഒരു മീഡിയേറ്റർ ആയിട്ട് ചൈന പെട്ടെന്ന് ഉള്ളിൽ വന്നിരിക്കുകയാണ്. ചൈന എന്തിനാണ് വന്നതെന്നുള്ളത് നമുക്കറിയത്തില്ല. പാകിസ്ഥാൻ അമേരിക്കയുടെ കാല് പിടിച്ച് ഇന്ത്യക്ക് എതിർത്ത് പാകിസ്ഥാൻ ആരുടെയും കാല് പിടിച്ച് എന്തും നേടാനുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. കാരണം അവർക്ക് നിൽക്കക്കള്ളിയില്ല. അതാണ് അവിടുത്തെ അവസ്ഥ. പാകിസ്ഥാൻ എങ്ങനെയാണോ അമേരിക്കയെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് യുദ്ധം നിർത്തണം എന്ന് ആവശ്യപ്പെട്ട് ആ രീതിയിൽ കാല് നെക്കിയതുപോലെ തന്നെ നേരെ പോയി ചൈനയുടെ കാലിൽ വീണിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചൈന ഇപ്പൊ അഫ്ഗാനിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ചർച്ചകൾ ഇന്ന് നടന്നിട്ടുണ്ട്. ചെറിയ ചർച്ചകൾ ശനിയാഴ്ച നടത്തിയിട്ടുണ്ട്. ആ ചർച്ചയിൽ എന്താണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സമയത്ത് കുറച്ച് സംയമനം പാലിക്കണം. ഓൾറെഡി തന്നെ ഇന്ത്യ അവിടെ ഒരു തകർത്ത ആക്രമണം നടത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. ഓൾറെഡി തന്നെ നാണക്കേടാണ്. ഇനി നിങ്ങളും കൂടെ കയറി അടിച്ച് നാണക്കേട് കൂട്ടരുത്. എന്നിരുന്നാലും നിങ്ങൾ നെയ്ബേഴ്സ് അല്ലേ. അതുകൊണ്ട് എൻ്റെയും ഒരുപാട് പ്രോജക്റ്റുകൾ അവിടെ നടപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ പാകിസ്ഥാനെ ഈ സമയത്ത് നിങ്ങൾ ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് ചെറിയ വിള്ളലുകൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള നിലയിലൊക്കെ ചൈന ചെറിയൊരു അഡ്വൈസറിയൊക്കെ കൊടുത്ത് അഫ്ഗാനിസ്ഥാനെ കുറച്ച് പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏത് രീതിയിൽ സക്സസ്ഫുൾ ആയി മാറുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. കാരണം മക്കാൻ കോറിഡോർ എന്ന് പറഞ്ഞാൽ ആ കോറിഡോർ പാകിസ്ഥാൻ എപ്പം കയ്യേറാൻ തീരുമാനിക്കുന്നോ ആ സമയം മുതലേ തുടങ്ങും പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് അതിനെ ഏത് വിധേനയും സംരക്ഷിക്കുക എന്നുള്ളതാണ് അഫ്ഗാനിസ്ഥാന്റെ ചുമതല. അപ്പോൾ അവർ തീർച്ചയായിട്ടും അത് ചെയ്യും. അവർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ തെഹ്രീക്ക് താലിബാനിനെ വെച്ചിട്ട് അവർ ചെയ്യിപ്പിക്കും. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു സംഭവം അവിടെ സംഭവിക്കും. ഇത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ടെൻഷൻസ് റൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ചൈന അതിൽ ഇടപെട്ടുകൊണ്ട് അവർ രണ്ടുപേരെയും ഒന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ സിയാൽകോട്ട് ഭാഗത്ത് ഈ ഒരു മാപ്പിൽ കാണിക്കുന്ന ഒരു സിയാൽകോട്ട് ഭാഗത്ത് ഇന്ത്യയുടെ ഡോമിനൻസ് ഏറ്റവും കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു പഴയ LOC എന്ന് പറയാം, അല്ലെങ്കിൽ ഇത് ഒരു ഓപ്പൺ ബോർഡർ എന്നുള്ള നിലയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സിയാൽകോട്ട് ഭാഗം, ആ ഒരു ഭാഗം ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് ഡോമിനേഷൻ കിട്ടുന്ന രീതിയിൽ മാറിയിട്ടുണ്ട്. ഇപ്പം അതാണ് ഇപ്പം നിലവിൽ ഈ ഒരു യുദ്ധം നടത്തിയതിൽ അഡീഷണൽ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത. ഫ്രാൻസിലെ പത്രം ഈ ഒരു വാർത്ത പുറത്തിറക്കിയിട്ടുണ്ട്. അവർ പറയുന്നത് എന്താ വെച്ചാൽ റഫേൽ ഫൈറ്റർ ജെറ്റിന്റെ ഒരു സക്സസ് ആണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. കാരണം റഫേലിന് ഇത്രമാത്രം ഒരു പ്രൊമോഷൻ മേടിച്ചു കൊടുക്കുന്ന, റഫേലിന് ഇത്രമാത്രം ഒരു പ്രൊമോഷൻ കിട്ടിയ ഒരു ആക്രമണം ഇതിനു മുമ്പ് റഫേൽ ഫൈറ്റർ ജെറ്റ് വെച്ച് ചെയ്തിട്ടില്ല ആരും. അത് നടത്തിയത് ഇന്ത്യയാണ്. ഫ്രാൻസിന് ഇതിനകത്ത് ഫ്രാൻസിന്റെ റഫേൽ ഫൈറ്റർ ജെറ്റിന് കിട്ടിയ മൈലേജ് എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല. ആ രീതിയിൽ പാകിസ്ഥാന്റെ എല്ലാ വീഡിയോകളെയും ചൈനയുടെയും പാകിസ്ഥാന്റെയും എല്ലാ പ്രൊപ്പഗൻഡ വീഡിയോകളെയും എടുത്ത് വളരെ കൃത്യമായി ക്രിട്ടിസൈസ് ചെയ്ത്, അതായത് ഇപ്പോൾ ഒരു 3 റഫേൽ ഫൈറ്റർ ജെറ്റ് 5 റഫേൽ ഫൈറ്റർ ജെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ മിസ്സായി കഴിഞ്ഞാൽ ഇതൊക്കെ ഏത് സാഹചര്യത്തിലും പുറത്തു വരുമെന്നേ. കാരണം ഇതങ്ങനെ പെട്ടെന്ന് ഒളിച്ച് പൂട്ടി മൂടി വെക്കാൻ പറ്റത്തില്ലല്ലോ. ഇന്ത്യയിൽ എത്ര ഫൈറ്റർ ജെറ്റ് ഉണ്ടെന്നുള്ളത് അതൊരു കണക്കില്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒളിച്ചും പാത്തൊന്നും വെക്കാൻ പറ്റത്തില്ല ഇന്ത്യയെ കൊണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യയുടേത് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഇന്ത്യ സ്വമേധയാ പുറത്ത് പറയും. അതിൽ യാതൊരു മാറ്റവും. അപ്പൊ അതുകൊണ്ട് പാകിസ്ഥാന്റെയും ഈ ചൈനയുടെയും പ്രൊപ്പഗൻഡ വീഡിയോകളെല്ലാം എടുത്തിട്ട് അലക്കി മാധ്യമങ്ങൾ വളരെ വൃത്തിയായിട്ട് വെളുപ്പിച്ച് കൊടുത്തിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്രാൻസ് ഇപ്പോൾ അതിന്റെ ആധികാരികമായിട്ട് റഫേൽ ഫൈറ്റർ ജെറ്റുകൾ ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള നിലയിൽ വളരെ വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫ്രാൻസ്. മിനിമം 5 മുതൽ 6 പാകിസ്ഥാൻ എയർബേസുകളാണ് ഇന്ത്യ അടിച്ച് കൈ പൊട്ടിച്ചങ്ങ് കൊടുത്തത്. അതിനുള്ള ടെൻഡറാണ് അവരിപ്പോൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ജ്യോതി മൽഹോത്ര, ഈ കാണുന്ന ലേഡിയാണ് ജ്യോതി മൽഹോത്ര. ജ്യോതി മൽഹോത്ര ഇന്ത്യൻ സിറ്റിസൺ ആണ്, ഫ്രം ഹരിയാന. ഈ ലേഡി വ്ളോഗിങ് ചെയ്ത് പാകിസ്ഥാനുള്ളിലൊക്കെ പോയി നല്ല രീതിയിൽ അവിടുത്തെ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒഫീഷ്യൽസുമായിട്ടൊക്കെ ബന്ധമുള്ള ലേഡിയാണെന്നാണ് ഇപ്പോൾ പൊതുവിൽ വാർത്തകൾ പുറത്തു വരുന്നത്. ഈ ലേഡി NIA ഇപ്പൊ ഇന്ന് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കാര്യം വേറെ ഒന്നുമില്ല, ഇവർ സ്പൈ വർക്ക് ചെയ്തു, പാകിസ്ഥാന് വേണ്ടി സ്പൈ വർക്ക് ചെയ്തു എന്നുള്ള നിലയിലുള്ള ചില ഇൻഫർമേഷൻസ് NIAക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഈ ലേഡിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ലേഡിയെ മാത്രമല്ല, ഈ ലേഡിയുടെ കൂടെ ചേർന്ന് ദേവേന്ദ്ര എന്ന് പറഞ്ഞ ഒരു പഞ്ചാബിനെയും കൂടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലുപരിയായിട്ട് ഒരു 6 പേര്, ഇവരോടൊപ്പമുള്ള മൊത്തത്തിൽ ഒരു 6 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ പാകിസ്ഥാന്റെ ഉള്ളിൽ പോയാലും ശരി, ഇന്ത്യക്കുള്ളിലായാലും ശരി, വളരെ നിർണായകമായിട്ടുള്ള ആർമി ക്യാമ്പുകളുള്ള സൈറ്റുകൾ, ആർമി ലൊക്കേഷനുള്ള സൈറ്റുകൾ, ഇതെല്ലാം തന്നെ ഇവര് ആ ഒരു ഏരിയ നോക്കി വിസിറ്റ് ചെയ്ത് വ്ളോഗ് ചെയ്തതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്.
അപ്പോൾ അങ്ങനെ ഇവരെ കസ്റ്റഡിയിൽ എടുക്കുമ്പോഴത്തേക്കും ഇവർ പാകിസ്ഥാനിൽ ഒരു സ്പൈ വർക്കായിട്ട് ഇന്ത്യയിലുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് വിസിബിളായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തതുപോലെയുള്ള ഒരു ചാനലായിട്ടാണ് പൊതുവിൽ ഇതിനെ വിലയിരുത്തപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ പേരിലാണ് ഇവരെ ഇപ്പം അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. പാകിസ്ഥാൻ ആർമിയുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാൻ മിലിറ്ററി ഓഫീഷ്യൽസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഏതൊക്കെ രീതിയിൽ ബന്ധങ്ങളുണ്ട് എന്നുള്ള നിലയിലുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ജ്യോതി മൽഹോത്രയെ. അടുത്ത് നമ്മൾ പോയി പെട്ടൊരു ചുഴി. ഈ പെട്ടൊരു ചുഴി എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പറ്റിയ ഒരു അബദ്ധം. ഇന്ത്യ പല സമയങ്ങളും ഇങ്ങനത്തെ അബദ്ധങ്ങൾ ചെയ്യാറുണ്ട്. അതായത് GE എന്ന് പറഞ്ഞ കമ്പനിയുമായിട്ട് HAL, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി, ഇന്ത്യയിലുള്ള കമ്പനി 99 ഫൈറ്റർ ജെറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള എഞ്ചിൻ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കരാർ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം ഒരു 12 എഞ്ചിന്റെ പേയ്മെന്റുകളെല്ലാം തന്നെ നമ്മൾ പൂർത്തീകരിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതിൽ നിന്നും ബാക്ക് ഔട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് സംഭവിക്കുന്ന പറഞ്ഞാൽ ചെറിയ നഷ്ടമല്ല ഇന്ത്യക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്ക് പല രീതിയിലുള്ള നഷ്ടം. അതായത് ഇവര് അമേരിക്കയുടെ പ്ലാൻ, അതായത് ഇതിനകത്ത് അമേരിക്കയുടെ ഗവൺമെന്റിന്റെ റോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നമ്മൾ ഓപ്പണായിട്ട് പറയുന്നില്ല. കാരണം നിങ്ങൾ തന്നെ വരികൾക്കിടയിലൂടെ വായിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. കാര്യം വേറെ ഒന്നുമില്ല. നമുക്ക് 12 ഫൈറ്റർ ജെറ്റുകൾ നമ്മൾ 2021 ഇതിന്റെ കംപ്ലീറ്റ് പ്രോഡക്റ്റും ഇന്ത്യയിൽ എത്താനുള്ളതാണ്. മിനിമം 12 എഞ്ചിനെങ്കിലും എത്തേണ്ടതാണ് 2021 കൂടി. ഇത് ശരിക്കും പറഞ്ഞാൽ 2026 കൂടി ഈ എൻറ്റയർ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആവേണ്ടതാണ്, ഈ 99 ഫൈറ്റർ ജെറ്റുകൾ. അപ്പോൾ ഇന്നേ നിലയ്ക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ മിനിമം ഒരു 10-12 ഫൈറ്റർ ജെറ്റെങ്കിലും ഉണ്ടാവേണ്ടതാണ്. അത് ഈ ഒരു പ്രോജക്റ്റിന്റെ പേരിൽ HALന്റെ ഭാഗത്തുനിന്ന്. പക്ഷെ അത് ഇതുവരെ സാധ്യമായിട്ടില്ല. അന്നെങ്ങാണ് ഒരേ ഒരു എഞ്ചിൻ സാമ്പിളിന് വേണ്ടി അയച്ചു കൊടുത്തു, പുറയിലെല്ലാം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതുവരെ എഞ്ചിൻ എത്തുന്ന പരിപാടി നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മളിപ്പം അഡ്വാൻസ് ആയിട്ട് പേയ്മെന്റ് ചെയ്തുകൊണ്ട് തന്നെ ഇത് ക്യാൻസലാക്കി നമുക്ക് പിന്നോട്ട് പോകുന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ഇത് വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് ഇവർ കൃത്യമായിട്ട് സാധനം എത്തിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പം നമുക്ക് മൊത്തത്തിൽ കാണാൻ കഴിയുന്നത്. അതായത് ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആലോചിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ജോബ് ഓപ്പർച്യൂണിറ്റി. നമ്മളിപ്പോൾ ഒരു HAL എന്ന് പറയുന്ന സ്ഥാപനം ഒരു പ്രോജക്റ്റ് കൊടുത്തു. അപ്പോൾ ആ പ്രോജക്റ്റിന്റെ മേലിൽ എത്രമാത്രം ഇൻവെസ്റ്റ്മെന്റ് ആണ് അതിനകത്ത് ഇപ്പം ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഇഞ്ചിന്റെ ബോഡിയൊക്കെ തയ്യാറാകും. അതായത് ഒരു ഇഞ്ചിൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇഞ്ചിനെ ബേസ് ചെയ്താണ്, അതിന്റെ ഒരു മെഷർമെന്റും കാര്യങ്ങളൊക്കെ അനുസരിച്ചാണ് ആ ഒരു ഫൈറ്റർ ജെറ്റിന്റെ ബോഡി കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു എഞ്ചിൻ വേണ്ടെന്ന് വെച്ചിട്ട് വേറൊരു എഞ്ചിൻ പെട്ടെന്ന് മേടിച്ചുകൊണ്ടിരുന്ന് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. കാരണം അതിനനുസരിച്ചാണ് നമ്മൾ ഇതിന്റെ അസംബ്ലിംഗ് ബോഡി പാർട്ടെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ എഞ്ചിൻ കിട്ടിയേ പറ്റൂ. അതാണ് ഇപ്പോൾ നിലവിലെ അവസ്ഥ. പക്ഷേ അമേരിക്ക ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വെച്ചിട്ട് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുകയാണ് ഈ ഒരു മേഖലയിൽ. കാരണം ഇന്ന് ഇന്ത്യ സ്വന്തമായിട്ട് മാനുഫാക്ചറിങ് ചെയ്ത് ഒരു 12 ഫൈറ്റർ ജെറ്റെങ്കിലും കൈവശം നിർത്തേണ്ട ഒരു സാഹചര്യത്തിൽ 0 പ്രോഡക്റ്റ് ആണ് ആ ഒരു HAL എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്ന റിസൾട്ട്. ഇതിന്റെ അർത്ഥം എന്താണ്? അമേരിക്ക പർപ്പസ്ഫുള്ളി ഇതിനകത്ത് ഇന്റർഫിയർ ചെയ്യാണ്. 2020-21 കൂടി കോവിഡും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ കുറച്ച് ഉരുണ്ടുകളിലേക്ക് നടത്തി, അവർ കുറച്ച് മാറ്റി നിർത്തിയെന്ന് വെച്ചോ. 2021-22 നമുക്ക് കിട്ടിയില്ല, 22-23 നമുക്ക് കിട്ടിയില്ല, 23-24 നമുക്ക് കിട്ടിയില്ല, 24-25 ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അതിലും കിട്ടിയില്ല, 25-26 ഈ ഒരു പീരീഡിലെങ്കിലും കിട്ടുമോ എന്നുള്ളത് ഡൗട്ട്ഫുൾ ആണ്. അതാണ് അവസ്ഥ. ഇത്രയും ലാഗ് ചെയ്ത് ഒരു കമ്പനി നമുക്ക്, അതായത് വളരെ നിർണായകമായിട്ടുള്ള നാഷണൽ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായിട്ട് നമുക്ക് കിട്ടാനുള്ള ഫൈറ്റർ എയർക്രാഫ്റ്റ് കാരിയറിന്റെ എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു സപ്ലൈ തടഞ്ഞു വെക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് അമേരിക്കയുടെ ഇടപെടൽ തന്നെയാണ്. അതിൽ യാതൊരുവിധ മാറ്റമില്ല എന്നുള്ളതാണ്. കാരണം ഇത്രയും കാലം ഒരു പ്രൈവറ്റ് ഏജൻസിക്ക് മാത്രം ഇങ്ങനെ തടഞ്ഞു വെക്കാൻ കഴിയില്ല. ഇതിനകത്ത് തീർച്ചയായിട്ടും അമേരിക്കയുടെ കറുത്ത കരങ്ങൾ ഇതിന്റെ പുറകിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അവരുടെ ഉദ്ദേശം ഇന്ത്യ സ്വന്തമായിട്ട് മാനുഫാക്ചറിങ് ചെയ്യുന്നത് കുറച്ച് നീട്ടിവെക്കാം. എത്രത്തോളം നീട്ടാൻ പറ്റുമോ അത്രത്തോളം നീട്ടിവെക്കാം. കാരണം ചിലപ്പോൾ 1 ഇയർ, ചിലപ്പോൾ 2 വർഷം, 3 വർഷം, 4 വർഷം, 5 വർഷം ഇങ്ങനെ നമ്മളുടെ മാനുഫാക്ചറിങ് ചെയ്യാനുള്ള ആത്മനിർഭർ ഭാരത് എന്ന് പറഞ്ഞ ആ പദ്ധതിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പൊളിച്ചടുക്കി കൈ കൊടുക്കാം. അങ്ങനെ അത്രയും പെട്ടെന്ന് നിങ്ങൾ എയർക്രാഫ്റ്റ് ഉണ്ടാക്കണ്ട എന്നുള്ള തീരുമാനമാണ് അമേരിക്കയ്ക്കുള്ളത്. അതുകൊണ്ടാണ് അവർ ഇത് മനഃപൂർവ്വം പിടിച്ചു വെക്കുന്നത്, ഈ ഒരു GE കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു എഞ്ചിൻ. ഈ പ്രോജക്റ്റ് ഒക്കെ അവിടെ ഹോൾട്ട് ചെയ്തിട്ട് വേറെ പുതിയ പ്രോജക്റ്റ് ഫ്രഷ് ആയിട്ട് തുടങ്ങണമെന്നേ, അതാണ് നമുക്ക് പറയാനുള്ളത്. അല്ല ഇതിലൊന്നും മുട്ടുകുത്താൻ പാടില്ല. കാരണം ഇവര് 12 എയർക്രാഫ്റ്റുകൾ ഇപ്പം ഈ HAL ഇന്ന് രാവിലെ പറഞ്ഞിരിക്കുന്നത്, HAL ശനിയാഴ്ച രാവിലെ പറഞ്ഞിരിക്കുന്നത് 12 എയർക്രാഫ്റ്റുകൾ ഈ വർഷം തന്നെ 2025 തീരുന്നതിന് മുമ്പ് ഞങ്ങൾ ഇന്ത്യൻ എയർഫോഴ്സിന് കൈമാറും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നിപ്പോൾ മാസം എത്രയായി? ഈ ഒരു പകുതി ആവാൻ പോകുന്ന, ഈ വർഷം പകുതി തീരാൻ പോകുന്ന സമയത്ത് വന്നിട്ടാണ് HAL ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ഇത് ആരുടെ മുഖം രക്ഷിക്കാനാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ്? HAL യാതൊരു ഉറപ്പില്ലാതാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത്. എന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം അത്രയും കാലം ഈ ഒരു പ്രോജക്റ്റ് ഇങ്ങനെ ലാഗ് ചെയ്യണേ. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു പ്രോജക്റ്റിൽ ഹയർ ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ ശമ്പളം, കൂലി ഇതെല്ലാം അത്രയും കാലം നമ്മൾ നീണ്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ വർക്ക് പൂർത്തിയാകുന്നില്ല. ഓൺ ടൈമിൽ അത് പൂർത്തിയായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോകില്ലേ? ഇതൊക്കെയാണ് കൃത്യമായിട്ടുള്ള ചില തടസ്സങ്ങൾ പല രാജ്യങ്ങളും സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതും സൃഷ്ടിക്കുന്നതും.
അതാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കേണ്ട കാര്യം. അമേരിക്ക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. തായ്യബ് എർദോഗനും ഇമ്മാനുവൽ മാക്രോണും കൂടി ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. മീറ്റിങ്ങിന് പോയപ്പോഴാണ് അവർ സംസാരിച്ചത്. പരസ്പരം എന്ത് സംസാരിച്ച് നമുക്കറിയത്തില്ല. ഇന്ത്യക്ക് നിങ്ങൾ എന്തുകൊണ്ടാണ് റഫേൽ കൊടുത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. കാരണം ആ രീതിയിൽ മാരകമായിട്ടുള്ള അടിയാണ് പാകിസ്ഥാൻ്റെ ഉള്ളിൽ അവർ കാണിച്ചു കൂട്ടിയത് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ചർച്ച നടത്തിയിട്ടുണ്ടാവാം. പക്ഷെ എന്നാലും രണ്ടുപേരും ഷെയ്ഖിൻ്റെ ഇത് ചെറിയൊരു ചിറ്റ് ചാറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലുള്ള സംസാരമാണ് അവിടെ ഉണ്ടായത്. പാകിസ്ഥാനെ കുറിച്ച് ട്രംപ് പറയുമ്പോഴത്തേക്കും യൂഷ്വൽ അത് തന്നെ വളവള തന്നെ പറഞ്ഞത് ബ്രില്യൻറ്റ് പീപ്പിൾ, അവരെല്ലാം വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാനിലെ ഒരു ദിവസം ട്രംപിനെ കൊണ്ട് അവിടെ ഇറക്കി വിടണം, ബ്രില്യൻസ് ഒക്കെ ഒന്ന് കാണാനേ നല്ല സൗകര്യമായിരിക്കും. ഇതിൽ നിന്നെല്ലാം നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ചെറിയ ഈ ട്രേഡ് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിള്ളൽ വീണ് തുടങ്ങിയിട്ടുണ്ട്. അമേരിക്ക ട്രംപ് പറയുന്നതല്ല പ്രവർത്തിക്കുന്നത്, ട്രംപിന്റെ പ്രവൃത്തിയല്ല ട്രംപ് പറയുന്നത്, മാറ്റിയും മറിച്ചും മാറ്റിയും തിരിച്ചും പല രീതിയിൽ ഉരുണ്ട് കളിക്കുന്ന ഒരു ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റും അയാളുടെ നിലപാടുകളുമാണ് ഇതുവരെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഇന്ത്യയെ തക്കം കിട്ടുമ്പോഴെല്ലാം ഈ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് ആക്രമിക്കുന്ന ഒരു ഏർപ്പാടാണ് ട്രംപ് നടപ്പിലാക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപ് താരിഫിന്റെ വിഷയം സംസാരിച്ച സമയത്ത് പറഞ്ഞിരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുമായിട്ട് ട്രേഡ് ഡീൽ എല്ലാം ഓക്കെയാണ്, പക്ഷേ ഇതുവരെ അവരുടെ സൈഡിൽ നിന്ന് ഒരു നടപടിക്രമമൊന്നും എടുത്തിട്ടില്ല. അതായത് നമ്മൾ എന്തൊക്കെയോ താരിഫുകൾ കുറയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒന്നിനെയും കുറിച്ച് മിണ്ടുന്നില്ല എന്നുള്ളൊരു അവസ്ഥയാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഇതിൽ യഥാർത്ഥ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു 33% സ്ഥാനങ്ങൾക്കെല്ലാം നമ്മൾ റെസിപ്രോക്കൽ താരിഫൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വളരെ വ്യക്തമായിട്ട് അതിൻ്റെ എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ധാരണകളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ള മേജറായിട്ട് കിടക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. ആ സാധനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു താരിഫ് നെഗോസിയേഷൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിർണായകമായിട്ടുള്ള പല വിഷയങ്ങൾക്കും ഇന്ത്യക്ക് താരിഫ് കട്ട് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം. അതിലുപരിയായിട്ട് ഇന്ത്യ ബാക്കിയുള്ള സാധനങ്ങൾക്കെല്ലാം റെസിപ്രോക്കൽ എന്നുള്ള നിലയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ട്രംപ് ഇത് വായിച്ചോ കണ്ടോ കേട്ടോ മനസ്സിലാക്കിയില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ട്രംപ് എവിടെയൊക്കെ വേദി കിട്ടുന്നുണ്ടോ, എവിടെയൊക്കെ മൈക്ക് കിട്ടുന്നുണ്ടോ അവിടെയൊക്കെ ഇന്ത്യയിൽ ഭയങ്കര താരിഫാണ്, അവിടെ ബിസിനസ് ചെയ്യാൻ കൊള്ളില്ല എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളുമായിട്ടൊക്കെ മുന്നോട്ട് വരുന്നത്. ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ രീതിയിൽ ട്രംപ് പറഞ്ഞു വെക്കുന്നതാണ് ഈ വിഷയം. അമേരിക്കയിൽ ഒരു 45 ലക്ഷം ഇന്ത്യക്കാരെങ്കിലും ഉണ്ടാവും. അപ്പം ഇപ്പോൾ പുതുതായിട്ട് പറഞ്ഞിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ നാട്ടിലേക്ക് പൈസ അയക്കുമ്പോഴത്തേക്കും ഇപ്പോൾ 1 ലക്ഷം രൂപ ഇന്ത്യൻ മണി അയക്കുന്നെങ്കിൽ ഏതാണ്ട് 5000 രൂപയോളം ഗവൺമെന്റിന് ടാക്സ് കൊടുക്കണം, അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് പൈസ അയക്കുന്നെങ്കിൽ. ഇതൊക്കെ പുതിയ തകൃതിയായിട്ടുള്ള നിയമങ്ങളാണ്. ഇതൊക്കെ ട്രംപിന്റെ ബുദ്ധി തന്നെയാണ്, എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ രീതിയിൽ ഡോളറിന്റെ മൂല്യമൊക്കെ ഇടിയുമായിരിക്കും. അതുകൊണ്ടാണ് ഈ രീതിയിൽ ദാരിദ്ര്യത്തിലേക്ക് പോകുന്നത് അമേരിക്ക. അപ്പം അങ്ങനെ 1 ലക്ഷം ഇന്ത്യൻ മണി അയക്കുന്നുവെങ്കിൽ ഒരു അമേരിക്കക്കാരൻ 1 ലക്ഷം ഇന്ത്യൻ മണി അയക്കുന്നുണ്ടെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള ഒരു 5000 രൂപയ്ക്ക് തുല്യമായിട്ടുള്ള ടാക്സ് അമേരിക്കൻ ഗവൺമെന്റിന് കൊടുക്കണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അമേരിക്കയെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പം കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങുന്നത്. ഇത് അമേരിക്ക എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ കാലവും അവർ അങ്ങനെയാണ്. അവർക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും ഇന്ത്യയെ അവർ കൂടെ നിർത്തും. അതാണ് കണ്ടുവരുന്ന അമേരിക്കൻ ഡിപ്ലോമസിയിൽ ഇതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കുറേ വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കിയത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.